നമസ്കാരം, താടായി ന്യൂസിലേക്ക് സ്വാഗതം. മീൻ വാരാൻ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂരിൽ 37-കാരിയായ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയെന്ന കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പടിഞ്ഞാറേക്കര സ്വദേശി ഫൗസിയയാണ് ഭർത്താവ് ഹുസൈന്റെ ക്രൂരകൃത്യത്തിന് ഇരയായത്. രാത്രിയിൽ മീൻ വാരാനാണെന്ന് പറഞ്ഞാണ് ഹുസൈൻ ഫൗസിയയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ പിന്നീട് ഇരുവരും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഫൗസിയയെ കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെയാണ് തിരൂർ പുഴയിലെ പടിഞ്ഞാറേക്കര ബോട്ട് ജെട്ടിക്ക് സമീപം ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ നങ്കൂരം വലിച്ചെടുക്കുന്നതിനിടെയാണ് കയറിൽ മറ്റൊരു നങ്കൂരം കുടുങ്ങിയത്. അത് വലിച്ചെടുത്തപ്പോൾ ലഭിച്ച ചാക്ക് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. പിന്നീട് മൃതദേഹം കാണാതായ ഫൗസിയയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് ഹുസൈൻ പിടിയിലായത്. തിരൂർ പൂക്കയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിൽ ഫൗസിയയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതായി ഹുസൈൻ സമ്മതിച്ചു. ദമ്പതികൾ തമ്മിൽ നിരന്തരം തർക്കമുണ്ടായിരുന്നുവെന്നും ഫൗസിയ വീട്ടുജോലിക്ക് പോകുന്നതിനെ ചൊല്ലിയായിരുന്നു പ്രധാനമായും പ്രശ്നങ്ങളെന്നും പോലീസ് പറയുന്നു. ഒരു രാത്രിയിൽ മീൻ വാരാൻ പോകാമെന്ന വാക്കിൽ വിശ്വസിച്ച് ഭർത്താവിനൊപ്പം വീട് വിട്ടിറങ്ങിയ ഫൗസിയ പിന്നീട് മടങ്ങിയെത്തിയത് ജീവനോടെയല്ല. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഹുസൈനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.